ബോളറാണ്. ഒരു ഓവർ തന്നെ 4 വിക്കറ്റ് എടുത്തുകൊണ്ട് സൽമാൻ കത്തി കയറുന്നു. അതല്ല ഈച്ച് പോട്ടേ. ഒരു വളർന്നു വരുന്ന ഒരു യൂട്യൂബറിനെയാണ് നിങ്ങളെല്ലാം കൂടെ കളിയാക്കുന്നത്. ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗുമായി എത്തിയിരിക്കുകയാണ്. ഗൈസ് നമ്മളെ വിൻഡ് ബോൾ ക്രിക്കറ്റ്, നമ്മളെ പഴയ ഫ്രണ്ട്സും കൂട്ടുകാരന്മാരെല്ലാം കൂടെ നമ്മളെ വിൻഡ് ബോൾ ക്രിക്കറ്റ് വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളെ പയ്യന്മാരെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഗൈസ് അങ്ങനെ തുടങ്ങാം അല്ലേ? ഗൈസ് ഇതാണ് ചീമോള്. അജ്മലെ ബാറ്റിംഗ് ഇറങ്ങാൻ പോണോ? അജ്മലെ പൊളിക്കല്ലേ പൊളിക്കല്ലേ? നമ്മള് പയ്യന്മാരെല്ലാം കൂടെ എടുത്ത ഒരു പുതിയൊരു പരിപാടിയാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വിൻഡ് ബോൾ ക്രിക്കറ്റ് ആണ് നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആദ്യത്തെ മോൻ അല്ലോ ഗൈസ്. നമ്മള് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വിൻഡ് ബോൾ ക്രിക്കറ്റ് ആണ് നമ്മളെ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ്, കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അതിന്റെ മെയിൻ മാസ്റ്റർ മൈൻഡ് തന്നെ നമ്മളെ നിഖിൽ ജോസാണ്. ഞാൻ കാണിച്ചു തരാം. ഇവനാണ് മാസ്റ്റർ മൈൻഡ്. ഉഗ്രം ബോൾ ആശിച്ചു. അജ്മലെ അജ്മലെ ബോളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത നമുക്ക് ബാക്കിൽ നിന്ന് വ്യൂ നോക്കാം ഗൈസ്. ബാക്കിൽ നിന്ന് കീപ്പറിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം. ഹായ് വരടാ, ഹായ് വരടാ. എന്തെല്ലാണ് ബാക്കിലുള്ള വ്യൂ നോക്കാം ഗൈസ്. നമുക്ക് അടിച്ച് വായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇന്റർവ്യൂല് ഫ്രണ്ട് ക്യാം വർക്കാവാത്തൊരു ഫോൺ സ്കോറൊക്കെ ഉണ്ടോ? സ്കോറൊക്കെ ഉണ്ടോ? പിന്നെ സ്കോറില്ലാണ്ട് പിന്നെ ധർമ്മത്തിനാ കളിക്കുന്നത്. ചാരിറ്റി മാച്ചാടാ. ചാരിറ്റി മാച്ച്, ചാരിറ്റി മാച്ച്. പ്രാക്ടീസിന് പോയില്ലേ നിങ്ങൾ നേരത്തെ? ഇതിനു വേണ്ടി കൈ വെള്ളമുണ്ട്. എനിക്ക് 2 നല്ല രസമുണ്ട് കേട്ടോ പിറകുന്ന കാണാൻ. സ്ക്രീൻ ടൈം കൂടുതൽ കിട്ടൂല ഇറങ്ങി. ഈ കളി മാഷി ഇവിടെ ഒരാള് ബാക്കിൽ ക്യാമറ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തോടെ ബിഗ് ബോസ് ഓവർ ചുമ്മാ പേരില്ലടാ. പിള്ളേരെ കൂട്ട് രക്തത്തിന്റെ ഇത് കാണില്ല. എണ്ണം പിടിച്ചെടുത്തേക്കുന്നു. ഇവിടെ കരയുന്നു. അടിയടാ സബ്ബായ്. നീ ഇങ്ങനെ പറ വെയിറ്റ് ഓടെന്നൊക്കെ പറ. ഇതേ നീ ഇത് വല്ലാത്ത ബാറ്ററി തന്നെ. ഓ വെൽസൈഡ്രാ വെൽസൈഡ്രാ. അടുത്തെറിയാൻ പോകുന്ന നമ്മൾ ആദിത്യ മോഹനാണ്. പണി
മണ്ണി ഞാൻ ബാറ്റ് ചെയ്യൂലേ ഇതൊക്കെ സെൻസർ ചെയ്യണേ സിക്സ് അടിച്ചു. ഇതെന്താ ഇത് സിക്സ് ആണോ? ഇത് സിക്സ് ആണോ? എടാ ഇത് സിക്സ് ആണോ? സിക്സ് ഒക്കെ ഉണ്ടല്ലേ? ആ ടീഷർട്ട് കൂടിയിട്ട് അറിയാൻ പറ്റും. നീ എന്തോന്ന് വിചാരിച്ചു നമ്മള് സമയം പോകാത്തോട്ട് വന്നിരിക്കണം. സൈഡ് ഇല്ലാത്തോട്ടാടാ അടി കിട്ടാതിരിക്കാൻ വേണ്ടി. ആ റണ്ണപ്പ് എടുക്കാൻ ടേപ്പൊന്നും വേണ്ടേ? ടേപ്പിലൊന്നല്ല റണ്ണപ്പ്. എന്താ നീ നമ്മളെ ടീമടാ, നീ എന്നെ ഇത്ര എവളോ ആത്മാർത്ഥത. ഔട്ടായിരിക്കുന്നു ഗൈസ്, ഔട്ടായിരിക്കുന്നു. ഞാൻ ബാറ്റ് ചെയ്യട്ടോ? ആണോ? സ്വന്തമായിട്ടൊക്കെ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് എനിക്കും അറിയത്തില്ല. എന്തിനാടാ നിഖിൽ ദിവസേ? നമ്മളെല്ലാരും കൂടെ ഇവനാണ് എടാ അത് ഒരാള് അപ്പുറത്ത് കൊണ്ടുപോയി. ഇതിന് എങ്ങനെ കണ്ടോ വ്യത്യാസം കണ്ടോ? നോക്ക് ഡീറ്റെയിലിംഗ് നോക്ക്. ഇപ്പോഴാണ് സെറ്റ് ആയത് വ്യൂ ഒക്കെ. നീലക്കുയിലിനെ കാട്ടി അപ്പുറമാണല്ലോ നീ. അനാവശ്യ കറക്കൊന്നുമില്ല. നീ തുടങ്ങിയാടേ വീട്ടിൽ കുറച്ചായി കണ്ടോ? ജീവിച്ച് പോണ്ട കളിയാ. ഉഗ്രാടിയായിരുന്നു ഗൈസ്, ഉഗ്രാടി. എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര സമയം എടുക്കും? 2 മണിക്കൂർ. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇടും. ഇന്നിടൂല, നാളെ ഇടുള്ളൂ. എറിയാൻ വരുന്നത് നമ്മുടെ ആശിഷാണ്, പണ്ടത്തെ എക്സ് MG കോളേജ് താരം. ഫാസ്റ്റ് ബോളർ, റൈറ്റ് ഹാം മീഡിയം ഫാസ്റ്റ്. അണ്ണാക്കിലാണ് വന്നിരിക്കുന്നത്. സൂപ്പർ സൂപ്പർ. നോൺ സ്ട്രൈക്കിൽ നിന്ന് ആയിരത്തി മൂന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങൂടാ കാട്ടാക്കടയുടെ നിന്റെ വീട്? നമ്മള് കാട്ടാക്കടയല്ലേ എന്തിടേ. അടുത്ത ബാറ്റ്സ്മാനായി നമ്മുടെ എക്സ് MG കോളേജ് താരം ചീമോൾ. കാട്ടാക്കടയല്ലേ നമ്മൾ തനിട്ട് വേണ്ട ഓടേ എന്തിടേ. ഉഗ്രാടി. വിൻഡ് ബോൾ ക്രിക്കറ്റ് കത്തി കയറുമല്ലേടാ, കേരളം കത്തും. നീ ഈ പറയുന്നതൊക്കെ അവോയ്ഡ് ചെയ്താൽ മതി. നീ പറയുന്നതൊക്കെ വീഡിയോ കുറച്ചുകൂടെ നന്നായിരിക്കും. വീഡിയോ റീച്ച് ആയാൽ മന്തി അടിച്ചു. പിന്നെ മന്തിയൊക്കെ മേടിച്ചു തരും, എന്തിനാളിയാ. പക്ഷെ അങ്ങനെ വിൻഡ് ബോൾ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു?
എന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. എല്ലാരും വോട്ടിട്ടും തോന്നുന്നു. ബാക്കിയുള്ളവരെ കമന്റ് എങ്ങനെയുണ്ടായിരുന്നു വിൻഡ് സക്സസ് ആവൂലേ? സൽമാൻ തീ പാറും ബോളറാണ്. ഒരു ഓവർ തന്നെ 4 വിക്കറ്റ് എടുത്തിട്ട് സൽമാൻ കത്തി കയറുന്നു. അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ പയ്യന്മാരെല്ലാം. പഴയ കൂട്ടുകാർ. ആദ്യത്തെ അതിമനോഹരമായ ബോളിംഗ് ആയിരുന്നു ഗൈസ്. ആലപ്പി റിപ്പിൾസിന്റെ എക്സ് പ്ലെയർ ആണ്. എന്റെ സ്പെല്ലിംഗ് കൊല്ല സൈലസ് സാധിക്കുന്നത്. ഇവരാണ് നീലക്കുയി. ക്യാമറയുടെ പിന്നെ മാത്രമേ നീക്കുള്ളൂ അല്ലടാ. ക്യാമറയുടെ ഫ്രണ്ടിലും വരും അല്ലേടെ. പരിപാടികളൊക്കെ അവസാനം അതല്ല ഈച്ച് പോട്ടേ. ഒരു വളർന്നു വരുന്ന ഒരു യൂട്യൂബറിനെയാണ് നിങ്ങളെല്ലാം കൂടെ കളിയാക്കുന്നത്. ഇത് നമ്മളെ ഫുഡ് ബ്ലോഗറാണ് ഗൈസ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സൗത്ത് സൈഡ് ഫുഡീസ് ആണ്. നമ്മളെ ആലപ്പുഴയിലെ കിടിലം ഫുഡ് വരും തലമുറ കിടിലം ഫുഡ് ബ്ലോഗറാണ്. എല്ലാവർക്കും അറിയപ്പെടുന്ന പ്രൊമോഷൻ കിട്ടിട്ട് സൗത്ത് സൈഡ് ഫുഡിൽ നിന്ന് എടുത്ത് പറ. സൗത്ത് സൈഡ് ഫുഡീസ് കീ ജയ്. അളി ഞാൻ നീ ഇത് പറഞ്ഞത് എല്ലാവർക്കും അറിയാന്നുള്ള സൗത്ത് സൈഡ് ഫുഡീസ് കണ്ടിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കൊണ്ട് വെച്ചിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ. എല്ലാരും മടങ്ങി വേടാ. ചായ വാങ്ങിച്ചേടാ ആയിത്യമോ. പരിപാടിയെല്ലാം കഴിഞ്ഞ് പയ്യന്മാരെല്ലാം കാർബോർഡും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുകയാണ്. നിഖിൽ ജോസ് ദ മാസ്റ്റർ ബ്രെയിൻ ഓഫ് ദ വിൻഡ് ബോൾ ക്രിക്കറ്റ്. നമ്മൾ പൊക്കൂലടാ. നല്ല വെള്ളം നനച്ചിട്ടുണ്ടല്ലേടാ. നമ്മളെ MG കോളേജിലെ യൂണിവേഴ്സിറ്റി പ്ലെയറാണ് നടന്നു വരുന്നത് കണ്ടോ. ടെന്നീസ് ബോളിലെ താരമാണ്. നീ വന്നേട്. നീ എപ്പോഴത്തെ പോയിക്കോളാം. എങ്ങനെ ഉണ്ടായിരുന്നു? ബോറടിച്ചില്ലല്ലോ ശ്രീലല്ലേ? കൊള്ളായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ടാ നമ്മളെ വിൻഡ് ബോൾ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരുപാട് നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയ്യമ്മേടത്തൊക്കെ ചോദിക്കാം നമ്മളെ ഈ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു. എടാ നമ്മുടെ വിൻഡ് ബോൾ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വിൻഡ് ബോൾ സെഷൻ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ അടുത്തതിൽ ഇതിനേക്കാളും കത്തിക്കും. ഹൈലൈറ്റ്സ് എല്ലാവരും കാണുക. ഇല്ലേ നല്ല സെഷൻസ് ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു മാക്സിമം. ഗൈസ് അപ്പോൾ നല്ല സെഷൻ നമുക്ക് ഓരോരുത്തരുടെ ചോദിക്കാം. അടുത്ത നമ്മുടെ അജ്മലാണ് ഗൈസ്. നമുക്ക് അജ്മലിന്റെ ചോദിക്കാം. പറയടാ. നല്ല സെഷൻ ആയിരുന്നു. വേറെ ഒന്നും പറയല്ലോ. നമുക്ക് അടുത്ത ആയിത്തെ മുന്നെടുത്ത് ചോദിക്കാം നമ്മുടെ വിൻഡ് ബോൾ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു. എടാ ആയിത്തെ എടാ വിൻഡ് ബോൾ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വല്ലതും പറയടാ. രണ്ട് വാക്കൊന്ന് സംസാരിക്കടാ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വിൻഡ് ബോൾ സെഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. അല്ലേടാ നമുക്ക് എല്ലാവർക്കും പോയി ചായ കുടിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കേ ഗൈസ് വരൂ നമുക്ക് ചായ കുടിക്കാൻ പോവാം. എല്ലാവരും പോയിട്ട് അടുത്ത വിൻഡ് ബോൾ ക്രിക്കറ്റിൽ കാണാം. 110 ക്ലിപ്പായി. ഇതിനൊക്കെ സെയിം സാധനം തന്നെയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ശാസ്ത്രങ്ങളത്ത് നമ്മളെ ചായ കുടിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പയ്യന്മാരൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം. അയ്യോ പ്രാക്ടീസ് ചെയ്തപ്പോ ഈ സോക്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ. പുറത്തിറങ്ങിയപ്പോ എന്തിനാ സോക്സ്? ചെയ്യുവാണെന്ന് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ചായക്കടയിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് മീഡിയം മതി. മീഡിയം മതി. അജ്മൽ പള്ളി പോയിരിക്കും. വരും. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ശാസ്ത്രം അങ്ങനെ ചായക്കടയിൽ എത്തിയിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടി ഏതൊക്കെ ഉണ്ട്? അടിയുണ്ട് നിനക്ക്. അത് മുട്ട ഇത് കൊള്ളാലോ ഐറ്റം. എന്നാ നമുക്ക് ഒരു മുട്ട തന്നെ പറയാം. നമുക്ക് മുട്ട തന്നെ പറയാം. ചാവടിക്കല്ലേ?
ഇടിയുണ്ട്. എനിക്കൊരു മുട്ട ബജി. അങ്ങനെ എൻ്റെ മുട്ട ബജി കിട്ടിയിരിക്കുകയാണ്. മുട്ട ബജി കിട്ടി. കിട്ടിയോ? എന്താടാ എൻ്റെ മുട്ട ബജി എടുത്തിട്ടോ. അപ്പം മുട്ട ബജിയെ കഴിച്ചിട്ട് വരാം കഴിച്ച്. നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വരാം. ചായയുടെ കടിയൊക്കെ വ്ളോഗ് വിൻഡിബിൾ സെഷൻ വ്ളോഗ് എൻഡ് ചെയ്യാണ് ഗൈസ്. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമോൺ ഗൈസ്. ഓക്കെ ബൈ ഗൈസ്.